പ്രോഗ്രാമിൻ്റെ ചെയർമാനായ ജേക്കബ് എ ജോർജ് സാറിനെ കൊണ്ടുവന്ന് തരുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിൽ പോസ്റ്ററായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയ രക്ഷകർത്താക്കളെ, പ്രിയ അധ്യാപകരെ, കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വാളകം RVVHS നടന്ന അഞ്ചൽ ഉപജില്ലാ കലോത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി KPSC എന്ന പ്രസ്ഥാനത്തെ ചുമതലപ്പെടുത്തിയപ്പോൾ വളരെ സധൈര്യം അതിൻ്റെ ചെയർമാൻ എന്ന ഒരു സ്ഥാനം ഈ സ്കൂളിലെ ഒരു അധ്യാപകന് തന്നെ നൽകണമെന്ന് ആ പ്രസ്ഥാനം തീരുമാനിക്കുകയും അതിൻ പ്രകാരം എന്നെ അതിലേക്ക് നിയോഗിക്കുകയും ചെയ്തു. എനിക്കറിയാം, എൻ്റെ പ്രസ്ഥാനം ഒരു പ്രോഗ്രാം ഏറ്റെടുത്താൽ ഈ വാളകം RVVHS 7 വേദികൾ ഒരുക്കുവാനും ആ 7 വേദികളിലും ഈ 4 ദിവസങ്ങളിലും ഓരോ വേദിയിലും കുറഞ്ഞത് 10 പേര് അതിൻ്റെ പ്രോഗ്രാം ചുമതലകൾ ഏറ്റെടുക്കുവാനും അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെ പ്രോഗ്രാമിൻ്റെ ഓഫീസിൽ സജീവമായി പ്രവർത്തിക്കുവാൻ 30 മുതൽ 40 വരെ അംഗങ്ങളുമുള്ള പ്രസ്ഥാനം സജീവമായി കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ച ആ ഒരു കർത്തവ്യം ഏറ്റെടുത്തു. ഈ സ്കൂളിനെ സംബന്ധിച്ചോളം കൃത്യം 6 വർഷങ്ങൾക്ക് ശേഷം 2019 ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് ഇവിടെ കലോത്സവം നടന്നത്. നവംബർ മാസം 11, 12, 13, 14. അതൊരു ഇൻസിഡൻസ്. ഒരേ തീയതിയിൽ തന്നെ വീണ്ടും ഇവിടേക്ക് അഞ്ചലിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കുളത്തൂപ്പുഴ മുതൽ, അതായത് ഏറ്റവും അങ്ങേയറ്റത്ത് നിന്ന് ആ സബ് ജില്ലയുടെ ഇങ്ങേയറ്റത്തേക്ക് കടന്നു വരുവാനായിട്ട് മനസ്സ് കാണിച്ച എല്ലാ സ്കൂൾ അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നു. സാധാരണ നടക്കുന്നതായ ഉപജില്ലാ കലോത്സവങ്ങളിൽ പല വിധത്തിലുള്ളതായ പാകപ്പിഴവുകൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുവാനായിട്ട് കഴിയും ഈ ദിവസങ്ങളിലൊക്കെ. എന്നാൽ വാളകത്ത് നടന്നതായ ഈ സബ് ജില്ലാ കലോത്സവത്തിൽ ഇന്നേ ദിവസം വരെ, ഈ ഒരു നിമിഷം വരെ യാതൊരു കല്ലുകടികളുമില്ലാതെ ഈ പ്രോഗ്രാമിനെ വിജയപ്രദമാക്കി തീർക്കുവാനായിട്ട് KPSC എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം KPSC പ്രസ്ഥാനം ഇവിടെ ലോ ആൻഡ് ഓർഡർ എന്ന ഒരു കാര്യം കൂടി, ആ ഒരു ചുമതല കൂടി ഏറ്റെടുത്തു. ഈ സ്കൂളിലെ NCC കുട്ടികളുടെ അതുപോലെ തന്നെ SPC കുട്ടികളുടെയൊക്കെ ഒരു പൂർണ്ണമായ ബലത്തിലാണ് ആ ചുമതല കൂടി ഏറ്റെടുത്തത്. ഈ 7 വേദികളിൽ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ഇതിന് ചുറ്റുപാടുമുള്ള 2-3 കിലോമീറ്റർ പരിധിയിൽ പോലും ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് കൃത്യമായി അതിൽ ഇടപെട്ടുകൊണ്ട് ഈ സ്കൂളിലെ HMന്റെ നേതൃത്വത്തിൽ ആ ലോ ആൻഡ് ഓർഡർ പ്രവർത്തനങ്ങൾക്ക് ഈ സ്കൂളിലെ കുട്ടികൾ നേതൃത്വം നൽകി. അവരെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഈ മാസം തന്നെ നവംബർ 25 മുതൽ അഞ്ചൽ വെച്ച് നടക്കുന്നതായ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ ഇവിടെ വിജയികളായ UP തലം മുതലുള്ള മുകളിലോട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് A ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ LP വിഭാഗത്തിലെ കുഞ്ഞുങ്ങളുടെ സംസ്ഥാന മേളയാണ് ഇവിടെ നടന്നത്. അവർക്ക് ഇതിന് മുകളിലേക്കൊരു മേളയില്ല. അതുകൊണ്ട് തന്നെ LP വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾ പരമാവധി ഉയർന്ന ഗ്രേഡുകൾ നൽകി ആ ജഡ്ജസ് അവരെ ആദരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അടുത്ത റവന്യൂ ജില്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് ഉന്നത വിജയം കരസ്ഥമാക്കി റവന്യൂ ജില്ലയിൽ അഞ്ചൽ ഉപജില്ല 1ാം സ്ഥാനത്തേക്ക് വരുവാനായിട്ട്, നമ്മുടെ സ്പോർട്സ് മേഖലയിൽ അഞ്ചൽ ഉപജില്ല 1ാം സ്ഥാനത്ത് എത്തിയതുപോലെ ഈ കലോത്സവത്തിലും എത്തിച്ചേരുവാനായിട്ട് കഴിയട്ടെ. അതിന് നമുക്ക് അതിനായി കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അവരെ തയ്യാറാക്കുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ലോ ആൻഡ് ഓർഡർ പ്രവർത്തനങ്ങൾക്കുമായി നമ്മെ സഹായിച്ച അഞ്ചൽ SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം, അതുപോലെ തന്നെ ഇവിടെ രഹസ്യമായി മഫ്തിയിൽ ഇവിടെ ക്രൈംബ്രാഞ്ച് ടീം, കൊല്ലം ജില്ലയുടെ തന്നെ ക്രൈംബ്രാഞ്ച് ടീം ഇവിടെയൊക്കെ ഫുൾ ടൈം പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥ സേവനത്തെയും ഞങ്ങൾ ആദരപൂർവ്വം സ്മരിക്കുന്നു. നിങ്ങളോടുള്ള കടപ്പാട് ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, ഇത് വിജയിപ്പിച്ച ഏവരോടും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ.